ലക്ഷ്മി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 300 മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ്സിന്റെ ലേഡീസ് ഹോസ്റ്റൽ. മച്ചിങ്ങൽ അപ്പാർട്ട്മെന്റ്, ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ, മേലെ പട്ടാമ്പി. പള്ളിപ്പുറം CELP സ്കൂൾ 100ന്റെ നിറവിൽ. 100ാം വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടന്ന വിളംബര ജാഥ വർണ്ണാഭമായി. പള്ളിപ്പുറം പുഴയ്ക്കൽ കളത്തുംപടിക്കൽ ചെല്ലു എഴുത്തച്ഛനാൽ സ്ഥാപിതമായ പള്ളിപ്പുറം CELP സ്കൂൾ 100 വർഷം പിന്നിടുകയാണ്. ഇതിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. ബ്രിട്ടീഷ് ഭരണ സമയത്ത് പോലും വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കാരണമായത് തന്നെ ഇതുപോലുള്ള ഋഷിതുല്യന്മാരായ മഹാന്മാർ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നമ്മുടെ കേരളം സാക്ഷിയാകുമ്പോഴും നമ്മൾ അഭിമാനിക്കുന്നത് ഇത്തരം മഹാന്മാരായ ആളുകൾ നമുക്ക് നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, 100 വർഷം മുമ്പ് ഈ കാലയളവിൽ തന്നെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ 100 വർഷം മുമ്പൊക്കെ ഉള്ള അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് പറയാനും ഊഹിക്കുന്നതിനും അപ്പുറമാണ്. ഒരു അക്ഷരാഭ്യാസം പോലും അറിയാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതം തന്നെയാണ് ഉളവാക്കുന്നത്. ഡോക്ടർ RLV രാമകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഇങ്ങനെയുള്ള ഓരോ വിഷമങ്ങൾ നമ്മളെ തീ പിടിപ്പിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വേദിയിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവിടെ നമ്മൾ തീയായി മാറുകയാണ്. അപ്പൊ ഇവിടെ ഈ വാക്കുകൾ എത്ര അർത്ഥവത്താവുന്നതാണ്. എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ, എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് തുള്ളിത്തെളിയും, എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് ആടിത്തെളിയും. തുള്ളിത്തെളിയുമെന്നാണ്, എന്നാൽ മോഹിനിയാട്ടം ആടുന്നതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പറയാണ്. എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് ആടിത്തെളിയും. അതെ, ഞാനൊരു പട്ടികജാതിക്കാരനാണ്, ഞാൻ ജാതി പറയുകയല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഭയങ്കരമായിട്ട് മതം എന്ന വിഷം നമ്മളിലൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പോൾ എനിക്ക് ഈ കലാരംഗത്ത് തുടരണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. വാർഡ് മെമ്പർ P. സുധീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന R. ചന്ദ്രൻ, P. ഗംഗാധരൻ, MP. ഹസൻ, PV. രാമൻകുട്ടി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു.